ഞാൻ പണ്ടൊരു വീഡിയോ ഇട്ടേക്കുന്ന പോലെ നമ്മുടെ പച്ചമാങ്ങയ്ക്ക് പകരമായിട്ട് ഉപയോഗിക്കാവുന്ന തണ്ടാണ് ആ നിൽക്കുന്നത്. അതിൻ്റെ പേര് റൂബാബ് എന്നാണ്. അത് ഇവിടെ ഈ സമയങ്ങളിൽ ഇത് പറിച്ചിട്ട് നമ്മളത് സ്റ്റോർ ചെയ്യും കേട്ടോ. ഒരു ലേറ്റ് ജൂലൈ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് തണ്ട് പൊട്ടിക്കാൻ പാടില്ലെന്നാണ്. ഒരൊറ്റ കടയിൽ നിന്നാണ് ഇത്ര അങ്ങോട്ട് കാട് പിടിച്ച് നിൽക്കുന്നത് കേട്ടോ. വലിയ തണ്ടുകളൊക്കെ ദേ ഇതുപോലെ അങ്ങ് പൊട്ടിച്ചെടുത്തിട്ട് കുറച്ചെടുത്ത് അങ്ങ് ഫ്രീസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് വിൻ്റർ ടൈമിൽ നമുക്ക് മാങ്ങയ്ക്ക് പകരമായിട്ട് ഇത് ഉപയോഗിക്കാം കേട്ടോ. ചമ്മന്തി അരയ്ക്കാനോ അല്ലെങ്കിൽ ആപ്പിൾ ടാർട്ട് പോലെ തന്നെ റൂബാബ് വെച്ചിട്ട് ടാർട്ട് ഉണ്ടാക്കും കേട്ടോ. ഇതിന് കുറേ വളമൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ടാണെന്ന് തോന്നണേ. ഈ തണ്ടുകൾക്കൊക്കെ ഭയങ്കര തടിയാണ്, ഭയങ്കര നീട്ടാട്ടോ. ഈ ചെടിക്ക് കുറച്ച് എനർജി റീസ്റ്റോർ ചെയ്യണം വിൻ്റർ ടൈമിലേക്കാവുന്നത്. അതുകൊണ്ടാണ് ജൂലൈ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത് പൊട്ടിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. 4 തണ്ട് ഇതിങ്ങനെ പറിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ 3 തണ്ടിന് കൊടുക്കണം കേട്ടോ. 1.5 യൂറോ 2 യൂറോ ഒക്കെ. കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടപ്പോൾ ഒത്തിരി പേര് എന്നോട് ചോദിച്ചു, ഇതിൻ്റെ ഇല വലുതാണല്ലോ, ഇത് തോരൻ വെച്ചുകൂടെ, ഇത് കഴിക്കാൻ പാടില്ല എന്നൊക്കെ ചോദിച്ചു കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇല ടോക്സിക് ആണ്, നമുക്ക് കഴിക്കാൻ പാടില്ല കേട്ടോ. എങ്ങനെ ഫ്രീസ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ നന്നായിട്ട് കഴുകി കൊണ്ടുവന്നതിൻ്റെ നമ്മൾ മുരിങ്ങാക്കോൻ്റെ തൊലി കളയില്ലേ, അതുപോലെ കളഞ്ഞാൽ മതിയേ. ഇതുപോലെയുള്ള ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്യുവാണ്. സിപ്ലോക്ക് എടുത്തിട്ട് തൊട്ടാക്കി നന്നായിട്ട് എയറൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അങ്ങ് സീൽ ചെയ്ത് കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഫ്രീസറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എത്ര നാൾ വേണമെങ്കിലും ഇതുപോലെ തന്നെ കേടുകൂടാതെ ഇരിക്കും കേട്ടോ.